ദീർഘകാലമായിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകൻ്റെ വേർപാട് എനിക്കും ഒരു നഷ്ടമാണ്. ദീർഘകാലം ഞങ്ങൾ ഒരുമിച്ച് രാജ്യസഭയിൽ പ്രവർത്തിച്ചിരുന്നു. രാജ്യസഭയിലെ യെച്ചൂരിയുടെ കാലഘട്ടം ചരിത്രത്തിൽ രാജ്യസഭാ റെക്കോർഡിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. യെച്ചൂരി സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ സെൻട്രൽ ഹാളിൽ ചായ കുടിക്കാനും മറ്റും പോയിരുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ മെമ്പർമാരെല്ലാം ഓടിയെത്തും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിക്കുന്നവരെ കാതോർത്ത് ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും. രാജ്യസഭയിലെ ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ കക്ഷിയിലെ നേതാക്കന്മാരും അംഗങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന, ഒരുപോലെ ബഹുമാനിച്ചിരുന്ന ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. ഞങ്ങൾ തമ്മിൽ കൂടുതൽ വ്യക്തിപരമായി അടുത്തത് ഒന്നാം UPA ഗവൺമെൻറ് കാലത്താണ്. അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൽ ഞാൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളെ കൂടി UPA ഗവൺമെൻറ്റിൽ പങ്കാളികളാക്കണമെന്ന് സോണിയാഗാന്ധിക്കും മൻമോഹൻ സിംഗിനും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയുടെ സൈദ്ധാന്തികമായ നിലപാട് മൂലം അവർക്ക് ചേരാൻ താല്പര്യമില്ലായിരുന്നു. നയപരമായ തീരുമാനങ്ങളുടെ എല്ലാം അവരുടെ കൂടി അഭിപ്രായം ആരായണം എന്നുള്ള നിർബന്ധം കാരണം മിക്കവാറും എല്ലാ ആഴ്ചയിലും ഇടയ്ക്കിടയ്ക്ക് സ്ഥിര വീട്ടിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടും. ആ യോഗത്തിൽ നിർബന്ധമായി ഉണ്ടായിരുന്ന CPMൻ്റെ പ്രതിനിധികളാണ് പ്രകാശ് കാരട്ടും സീതാറാം യെച്ചൂരി. പല പാർട്ടികൾ ചേർന്ന മുന്നണിയാകുമ്പോൾ തർക്കങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ ആ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് UPA മുന്നോട്ട് പോകുവാൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ശ്രമിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. നിർഭാഗ്യവശാൽ US ആണവ കരാർ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ഇനി കോൺഗ്രസുമായി ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് CPM കേന്ദ്ര നേതൃത്വം നീങ്ങി. പക്ഷെ അവസാനം വരെ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി UPAയുമായി, പ്രത്യേകിച്ച് കോൺഗ്രസുമായി ബന്ധം നിലനിർത്തണം എന്നാഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. ബന്ധം ഏർപ്പെടുത്തി. പക്ഷെ എന്നാലും ഔദ്യോഗികമായ ബന്ധം ഏർപ്പെടുത്തിയെങ്കിലും വ്യക്തിബന്ധം മുറിയാതെ അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. 2014 ലോക്സഭാ ഇലക്ഷനോടുകൂടി UPA അധികാരത്തിൽ നിന്ന് പുറത്തായി. മൻമോഹൻ സിംഗിന്റെ സ്ഥാനത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി. BJPയുടെ ഗവൺമെൻറ് വന്നു. BJPയുടെ ഗവൺമെൻറ് ഒന്നിനു വരെ ഒന്നായി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ, മൗലികാവകാശം ഉൾപ്പെടെയുള്ള അടിസ്ഥാന മൂല്യങ്ങൾ വെള്ളം ചേർക്കാൻ തുടങ്ങി. രണ്ടാം ഗവൺമെൻറ് വന്നപ്പോൾ കാര്യങ്ങളുടെ വേഗത കൂടി. അപകടം മനസ്സിലാക്കിയപ്പോൾ വീണ്ടും അകന്നുപോയവർ ഒരുമിക്കണം
ഇന്ത്യയിലെ മതേതര പാർട്ടികൾ ഒരുമിക്കണമെന്നുള്ള നിലപാടിലേക്ക് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്തി. ആ ഘട്ടത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ തർക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാനങ്ങളിലെ തർക്കങ്ങൾ സംസ്ഥാനങ്ങളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ജനാധിപത്യ മതേതര പാർട്ടികൾ ഒരുമിക്കണം, വീണ്ടും ഒരുമിക്കണം എന്ന നിലപാട് സ്വീകരിച്ചാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ശ്രമിച്ച നേതാക്കന്മാരുടെ മുൻപന്തിയിലാണ് സീതാറാം യെച്ചൂരിയുടെ സ്ഥാനം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടി സമഫലമായിട്ടാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യ മുന്നണി ഉണ്ടായി. പല കടമ്പകളുണ്ടായിരുന്നതെല്ലാം മാറി ഇന്ത്യ മുന്നണി ഉണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് മത്സരിച്ചു. കേരളത്തിൽ പ്രത്യേക രാഷ്ട്രീയം, അത് സ്വാഭാവികമാണ്, അതിനാരെയും കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷെ രാജസ്ഥാനിൽ പോലും കോൺഗ്രസും CPM തമ്മിൽ മുന്നണിയുണ്ടായി. CPM രാജസ്ഥാനിൽ ആദ്യമായി ഒരു MP ഉണ്ടായി. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും CPM തമ്മിൽ, ആന്ധ്രയിൽ അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് മുന്നണിയുണ്ടായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി ഒരുമിച്ച് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അപകടമെന്ന് ബോധ്യമാണ് ഇന്ത്യ മുന്നണി ഔപചാരികമായി ഉണ്ടായി. ഇന്ത്യ മുന്നണി ഭരണകക്ഷിയല്ല, ഭരണം മോഡിക്കും BJPക്കും. പക്ഷേ ഒന്നും രണ്ടും മോഡി ഗവൺമെന്റുകളെ പോലെ എന്തുമാകാമെന്ന സ്ഥിതി മാറി. ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്താൻ സാധ്യമല്ല. ഇനി ഒരു ഭരണഘടനാ ഭേദഗതി മോഡി ഗവൺമെന്റിന് സാധ്യമല്ല എന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ഇന്ത്യ മുന്നണി കഴിഞ്ഞു. മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ ബഹുജന അടിത്തറ, ജനപിന്തുണ നാൾക്ക് നാൾ കൂടി വരികയാണ്. ഏറ്റവും ഒടുവിൽ ഹരിയാന ഇലക്ഷനിൽ പോലും കോൺഗ്രസ് CPMുമായി ധാരണയുണ്ടാക്കി. CPMോടെ കോൺഗ്രസിനോട് മത്സരിക്കുകയാണ്. അങ്ങനെ പുതിയ രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ, ഈ ദേശീയ തലത്തിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തി പ്രാപിച്ച് വീണ്ടും ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ശക്തിപ്പെടേണ്ട സാഹചര്യത്തിൽ സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യം ദേശീയ രാഷ്ട്രീയത്തിൽ അനിവാര്യമായിരുന്നു. പണ്ട് ഹർകിഷൻ സുർജിത്തിനെ പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ മതേതര ശക്തികളെ ഏകോപിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങളുടെ കൂടെ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വപരമായ പങ്ക്, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇന്ത്യയിലെ മതേതര ശക്തികൾക്ക് ഇന്ന് കൂടുതൽ കരുത്താർജിക്കുന്ന കാലഘട്ടത്തിൽ സീതാറാം യെച്ചൂരിയും അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം, അതാണ് ഞാൻ തീരാ നഷ്ടമെന്ന് ഞാൻ പറയാൻ കാരണം. അദ്ദേഹത്തിൻ്റെ വേർപാട് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികൾക്ക് തീരാ നഷ്ടമാണ്. ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ജനകോടികൾക്ക് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഇന്ന് ദുഃഖമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെ ഒപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കൊപ്പം ഞാനും സീതാറാം യെച്ചൂരിയുടെ അകാലത്തിലുള്ള വേർപാടിൽ എൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. നമസ്കാരം.